തിന്ന് കാണിക്ക് കാണട്ടെ. വാവ് പറയണേ. വെരി ഗുഡ് വാവ് എന്നൊക്കെ പറയണം. നല്ല കാറ്റാണ് ഗായ്സ് ഇന്ന്. ഹായ് ഹായ് ഹലോ. ഇന്ന് ഞങ്ങളൊരു നൈറ്റ് പരിപാടിയാണ് നടത്തുന്നത്. ഒരു ഇൻട്രോ പറയും ഒരു ഇൻട്രോ പറയും. ഓക്കെ ഇൻട്രോ പറയാനറിയില്ല. അപ്പം ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ തപ്പി തന്നെ പോകണം. അപ്പം ഇന്നൊരു വീഡിയോ എടുത്തിട്ടില്ല, ഇതുവരെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മടി തന്നെ. ഇവളൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ വൈകുന്നേരത്തെ മൂടി വെക്കണം, വൈകുന്നേരത്തെ വീഡിയോ എടുക്കും. വൈകുന്നേരം അല്ല കേട്ടോ, ഇപ്പം സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു. 7 മണി കഴിഞ്ഞോ? 7:05 അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ചോറിന് എന്താ ഉച്ചക്ക് കറി വെച്ചാല് പറയാം. നല്ല ജയ അരി ചോറ്, ചക്കക്കുരു മുരിങ്ങക്കായ് തക്കാളി കറി ഉണ്ടോ. പിന്നെ ഇതിലൊന്നുമില്ല. ഇതില് ഇന്നലത്തെ മീനിന്റെ ഒരിത്തിരി ഉണ്ട്. അങ്ങനെയാണുള്ളത്. അപ്പം 2 മുട്ട കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പൊറാട്ട ഉണ്ട്, ഇന്നലെ രാത്രി കൊടുന്നതാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മുട്ട പൊറാട്ട, കൊത്തു പൊറാട്ട ഉണ്ടാക്കാം. ഞങ്ങളെ ബ്രദറിന്റെ വക ചെലവായിരുന്നു. ഇന്നലെ ഞങ്ങൾക്ക് ഓളെ ബ്രദറിന്റെ വക ചെലവുണ്ടായിരുന്നു. അച്ഛമ്മ വന്നതുകൊണ്ട് എന്ത് വാങ്ങി? ബ്രോസ്റ്റ് വാങ്ങി. അപ്പൊ അതില് പിന്നെ പൊറാട്ട വാങ്ങി. അച്ഛന് പൊറോട്ട വാങ്ങി, പിന്നെ ചിക്കൻ കറി വാങ്ങി. അപ്പൊ ഇന്നലെ പുറത്തുനിന്നായിരുന്നു ഫുഡ്. അപ്പൊ ഇടക്കിടക്ക് അവന്റെ വക ഞങ്ങൾക്ക് തരാറുണ്ട്. അപ്പം നല്ല ബ്രദറാണ്. ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ മടിയായിപ്പോയി, മഴ, തണുപ്പ്, മടിയൊക്കെ പാടെയായിപ്പോയി. അപ്പം ഒരു മുട്ട പൊറാട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിന്ന് മുട്ട പൊറാട്ടയാണ് ഉണ്ടാകുന്നത്. അപ്പം ഇതൊക്കെ ഇന്നിപ്പം വോയിസ് ഓവർ കാര്യങ്ങളൊന്നുമില്ല, അപ്പം തന്നെ വീഡിയോ എടുക്കുക, അപ്പം തന്നെ ഇടാന്നാണ് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി വോയിസ് ഓവർ ഇല്ല ഇതിൽ, അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. മടിയന്മാർ എപ്പോഴും മല ചുമക്കുന്നതാണ്. ഏതായാലും ഇന്ന് ഞാൻ പൊറാട്ട ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടാകാൻ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടി കഴുകിയിട്ടൊക്കെ വേണം. അപ്പം ഞാൻ ഓട്ടപാത്രത്തിൽ വെക്കാം. അങ്ങനെ ഓട്ടപാത്രത്തിൽ ഞാൻ പൊറാട്ട ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഒരു സംസാരിക്കും എളുപ്പല്ല വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കാം. മുട്ട പൊറാട്ടയും മസാല ചായ ഉണ്ടാക്കാം. പൊറാട്ട ചൂടായി, ഒളിഞ്ഞൊരു പാട്ട് പാട്ടേന്ന് ചോദിക്കും. പൊറാട്ട ഉണ്ടോ? ബലം പിടിച്ച പൊറാട്ടയാണ്. ഇപ്പം സൂപ്പർ ആയിട്ടുണ്ട്. പൊറാട്ട ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ അരിയണം, തക്കാളി അരിയണം. ചോപ്പറിലിട്ട് 3 പൊറാട്ട ഉണ്ട് കേട്ടോ. ഉള്ളി കടിക്കാൻ അങ്ങനെ കിട്ടണം. അത് നല്ലപോലെ ക്രഷ് ആക്കണ്ടേ. ഇനി നല്ലപോലെ ക്രഷ് ഉണ്ടെന്നാ പറയുന്നത്. ക്രഷ് അപ്പോൾ നല്ലപോലെ ക്രഷ് ഉണ്ടാകട്ടെ. അപ്പം ഞാനിങ്ങനെ അങ്ങനെ ആക്കടി ആക്ക്. വീട്ടില് കൊറേ ചോപ്പർ ഉണ്ട്, കൊറേ. അപ്പൊ കുഞ്ഞാറ്റ അവിടെ ഉണ്ട് കേട്ടോ. അവള് വീഡിയോക്ക് ഇരുന്നില്ല. അപ്പൊ അവിടെ അവൾക്ക് എന്തോ കുഴപ്പമില്ല. ഇൻവെർട്ടറാണ്. സ്വന്തമായിട്ട് ഫോൺ കിട്ടിയോളെ. ഇൻവെർട്ടർ ആണല്ലോ. സ്വന്തമായിട്ട് ഫോൺ കിട്ടിയോളെ ഇങ്ങനെ നല്ല ഗൈസ്. ഞാൻ അങ്ങനെ ഇൻട്രോവേർട്ട് ഒന്നുമല്ല. ചായ എനിക്ക് വേണ്ടി വരുമോ? ചായ വേണ്ടി വരുമോ? പാൽച്ചായയാണ്. പാൽച്ചായ വേണ്ട. അതേ ഇതേക്കും നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു പാൽച്ചായ ഉണ്ടാക്കി. ഒരു പാൽച്ചായ, ഇഞ്ചി ചായ, മസാല ചായ അല്ല, ഇഞ്ചി ചായ.
ഇതെന്താ ഒരു പകുതി തേച്ച് എത്തി വെച്ചിരിക്കുന്നു ഗായ്സ് മോളെ. ഒരു ഇഞ്ചി ഇടാം. പാല് അവിടെ ക്യാമറ ഇങ്ങനെ വരുന്നു. ചായ ഒരു ചട്ടി ഇവിടെ ഒഴിവില്ല, എല്ലാ ചട്ടിയിലും സാധനങ്ങളാണ്. കഴിഞ്ഞത് ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു. തീ പിടിപ്പിക്കട്ടെ. ഇതാണ് നമ്മളെ പുതിയ ചോപ്പർ. ഇതില്ലേ അങ്ങനെയൊക്കെ എങ്ങനെയാണ് വെള്ളം അങ്ങനെ ആക്കിയാൽ എങ്ങനെയാവും? ഇങ്ങനെ താഴത്തെ ചാക്ക ഇപ്പൊ ഗൈസ് എല്ലാരും ഇനി കമന്റില് എന്താ മുടി അയച്ചിട്ട് ചോദിക്കരുത്. ഇങ്ങനെ പൊറോട്ട ഇങ്ങനെ പിച്ചി എടുക്കണം. പിച്ചി അത് ചൂടായിക്കണേ. അതിലിട്ടളാ വെളിച്ചെണ്ണ പറഞ്ഞ അതിലിട്ട്. അങ്ങനെയല്ല എല്ലാവരും ആയിട്ടാണ് ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പോ ഒരുപാട് നേരം പിടിക്കുകയെ എല്ലാതും അരിഞ്ഞ് പിടിച്ചുന്ന ഇത് ഇതാക്കണ്ട. പിന്നെ വെളിച്ചെണ്ണ കുപ്പി മിസ്സിങ്. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. മറ്റേ കത്തിയടപ്പോ കത്തിയില്ല, കത്തി കാണാല്ല. അപ്പൊ നമുക്ക് പിച്ചിടാം. അവിടെ കാണുന്നുണ്ടോ? പൊറാട്ടനെ തേജോവധം ചെയ്യാണ് ഇത്. ആ ഉള്ളി അതിലിട്ട എല്ലാരും ഉള്ളി അതിലിട്ടടി. ഓ ഇതിപ്പോ ഞാൻ തന്നെ അറിഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യും, ആ കാര്യം മാത്രം ചെയ്യും. അതെന്താ അങ്ങനെ? ഉള്ളി വെളിച്ചെണ്ണ ചൂടാക്കിയാണ്ട് ഉള്ളി ഇവിടെ കാണുന്നുണ്ടോ? അപ്പം ഉള്ളി തക്കാളി ആയോ? ഉള്ളി ഒന്ന് വഴക്കുക. ഈ അതൊന്നും ഇതാക്കോ. സ്വല്പം ഉപ്പ്, സ്വല്പം തക്കാളി, സ്വല്പം ഉപ്പിടണം. ഞാൻ എൻ്റെ കണ്ണ് കാണുന്നതൊക്കെ ഉണ്ട്. തക്കാളി ഇടുക. ഹലോ ഗൈസ്, ഞാനൊരു പൊട്ടത്തരം ചെയ്തു. ഞാൻ പെന്തിൻ്റെ വീഡിയോ എടുക്കാനാണ് ഞാൻ ക്യാമറ പൊന്തിച്ച് പിടിച്ച് വന്നത്. മുട്ട പൊറോട്ടൻ്റെ വീഡിയോ എടുക്കാനല്ലേ. വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ വീഡിയോ ഞാൻ പൗസാക്കി വെച്ചു. പിന്നെ ഈ കണ്ട സാമാനങ്ങളൊക്കെ അതിലിട്ട് വെച്ചാണ്ട് പൗസ് ഓണാക്കാൻ മറന്നു. ഇപ്പം നോക്കിയപ്പോഴാണ് ഇപ്പം കണ്ടത്. അപ്പോൾ എന്താക്കി നമ്മളെല്ലാ സംഗതികളും ഞാൻ കാണിച്ചു തരാം. ശരി, കണ്ടമാന സംഗതികളൊക്കെ ഞാൻ ഇതിലിട്ടിട്ട് ഞാൻ എല്ലാം സെറ്റാക്കി റെഡിയാക്കിയത്. ആ മുട്ട പൊറോട്ട കയ്യിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയത് ചോദിച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഒരു മണ്ടത്തരാണില്ല അപ്പോൾ ഇത് ഞാൻ പറയുന്നത്. ഞാൻ മുട്ട പൊറോട്ടൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് വീഡിയോ തന്നെ ചെയ്തത് കേട്ടോ. പെട്ടെന്നുണ്ടായതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഒരു 2 ഉള്ളി ചെറുതാക്കിയാണ് നുറുക്കിയാണ്ട് അതിലൊന്ന് വാട്ടിയെടുത്തു. അതിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ തക്കാളി ഇട്ട് വാട്ടി ഇത്തിരി ഉപ്പിട്ടു. അത് കഴിഞ്ഞേരം പിന്നെ നമ്മൾ മല്ലിയിലിട്ടു. മല്ലിയിട്ടിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇട്ടു. നന്നായിട്ടൊന്ന് വാട്ടി. പിന്നെ മുട്ട ഇട്ടു കേട്ടോ. മുട്ട 2 മുട്ട ഉണ്ടായിരുന്നു. അത് ഇട്ടിട്ട് നല്ലപോലെ ചിക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ ഒരു മുട്ടല്ലേ എന്താ പിന്നെ പറയുക പൊറോട്ട നല്ലപോലെ ചീക്കി എടുത്തതാണ്. അതും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സാക്കി. അതുവരെ ഉള്ള പരിപാടി ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുത്ത് അവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റെക്കോർഡ് അങ്ങനെ ആയി നിൽക്കുന്നുണ്ട്. പക്ഷേ പൗസാക്കി വെച്ചു. പൗസ് ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവരും സാദരം ക്ഷമിച്ചു കൊള്ളുക. അപ്പോൾ ഞാൻ പൗസാക്കി വെച്ചപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ മുട്ട പൊറോട്ട ഉണ്ടാക്കിയത്. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ, ക്ഷമിച്ച് കളയാം. ഇനിയൊരു തെറ്റ് ഒരു തെറ്റ് ഇതാക്കുന്നു.
ഏതൊരു പോലീസുകാരനും പറ്റുമെന്ന് ഞാൻ പറഞ്ഞു കൊള്ളുന്നു. ഈ ഒരു അവസരത്തിൽ ക്ഷമിച്ചു കൊള്ളുക. അപ്പം ഇങ്ങനെയാണ് മുട്ട പൊറോട്ട ഉണ്ടാക്കിയത്. കണ്ടോ, ഇങ്ങനെയാണില്ലത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമുക്ക് ചായ ഉണ്ട്, നല്ല കടുപ്പത്തിലുള്ള ഇഞ്ചി ചായ കാണില്ല, ഇഞ്ചി ചായയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ രാത്രിയിലെ ഭക്ഷണം. ഇങ്ങനെ ആയാലും അടുക്കള ചെയ്യാതെ നോക്കൂല. അടുക്കള തകണ ആകപ്പാടെ ചീഞ്ഞാണ് കിടക്കുന്നത്. ഇനി അതൊക്കെ കഴുകിയിട്ട് മേല് കഴുകിയിട്ട് നമുക്ക് മുട്ട പൊറോട്ടയും ചായയും കുടിക്കാം. അപ്പോൾ ഇതാണ് സംഭവം. കൊത്തു പൊറോട്ട, മുട്ട പൊറോട്ട, പിന്നെ ചായ ഉണ്ട്, ഇതുണ്ട്. അപ്പം ഇനി ഞങ്ങൾ കഴിക്കാൻ പോട്ടെ. ഞങ്ങളല്ല, ഞാൻ നൂല് എംപ്ലോയിനും കഴിച്ചോളതാണ്. നമ്മളെ കുഞ്ഞാറ്റ അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കുഞ്ഞങ്ങോട്ട് നോക്കിയാൽ ഹായ് തിന്ന് കാണിക്കും, കാണട്ടെ. വാവ് പറയണേ, വെരി ഗുഡ് വാവ് എന്നൊക്കെ പറയണം. വാവ് ആച്ചീൻ്റെ പോലെ തമാശയല്ല, രസമുണ്ട്. ഓക്കെ. പിൻ്റെത് ഇതാക്കണതിൽ മയണൈസും നമ്മളെ എന്തെങ്കിലും എന്താ പറയുക, മറ്റേത് തക്കാളി സോസും രസമുണ്ട് കേട്ടോ. മയണൈസും തക്കാളി സോസും അതൊക്കെ നേരത്തെ ബാക്കിയാണ്. അപ്പോൾ രസമുണ്ട്, ടേസ്റ്റി. ടേസ്റ്റി. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഇങ്ങോട്ട് വാ ക്യാമറ.